My dear students, good afternoon and welcome to our subject Business Regulation, Module 1 Business Law. Today we are handling this 25th session of this subject. നമ്മൾ കഴിഞ്ഞ സെഷനിലും ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്റ്റ് ആണ് ഡിസ്കസ് ചെയ്തിരുന്നത്. കഴിഞ്ഞ സെഷനിലാണ് ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. അതിൽ 6 രീതിയിലൂടെ നമുക്ക് കോൺട്രാക്റ്റ് ഡിസ്ചാർജ് ചെയ്യാമെന്നുള്ള കാര്യം പറഞ്ഞു. അതിൽ ആദ്യത്തെ ബൈ ആക്ച്വൽ പെർഫോമൻസ് എങ്ങനെയാണ് ഡിസ്ചാർജ് ചെയ്യപ്പെടുന്നതെന്ന് പറഞ്ഞു. രണ്ടാമത്തത് ബൈ അഗ്രിമെന്റ്. അതിൽ 2 ടൈപ്പാണ് അഗ്രിമെന്റിൽ കണ്ടത്: നൊവേഷൻ അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ, പിന്നെ ആൾട്രേഷൻ. നൊവേഷൻ എന്ന് വെച്ചാൽ പുതിയൊരു കോൺട്രാക്ട്, നമ്മൾ പഴയ കോൺട്രാക്ട് കഴിയുന്നതിന് മുമ്പായിട്ട് പുതിയൊരു കോൺട്രാക്ട് ഫോം ചെയ്ത് പഴയ കോൺട്രാക്ട് ഡിസ്ചാർജ് ചെയ്യാം. ആൾട്രേഷനിൽ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കോൺട്രാക്ടിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസിൽ ഒരു ടേമോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ടേംസോ മാറ്റുന്നു. നൊവേഷനിൽ കോൺട്രാക്റ്റിലെ പാർട്ടീസ് വേണമെങ്കിൽ മാറാം, അല്ലെങ്കിൽ കോൺട്രാക്ട് തന്നെ മാറാം. പക്ഷെ ആൾട്രേഷനിൽ കോൺട്രാക്ടിന്റെ പാർട്ടീസ് റിമെയിൻസ് ദ സെയിം, അത് ടേംസ് ആൻഡ് കണ്ടീഷൻസ് മാത്രമേ മാറുള്ളൂ. ഇത്രയാണ് നമ്മൾ എഗ്രിമെന്റ് വെച്ചിട്ട് നമ്മുടെ കോൺട്രാക്ട് ഡിസ്ചാർജ് ചെയ്യുന്ന കാര്യം പറഞ്ഞു. ഇനി അതിൽ മൂന്നാമത്തെ ഒരു ഇതാണ് റെസിഷൻ. റെസിഷൻ മീൻസ് ക്യാൻസലേഷൻ. അതായത് 2 പാർട്ടീസ് തമ്മിൽ ഒരു കോൺട്രാക്ട് ഫോം ചെയ്തു, അവർ തന്നെ മ്യൂച്വൽ ആയിട്ടുള്ള എഗ്രിമെന്റിലൂടെ ആ കോൺട്രാക്ട് ക്യാൻസൽ ചെയ്യാൻ വേണ്ട എന്ന് വെക്കുകയാണ്. അപ്പൊ ആ കോൺട്രാക്ട് ഡിസ്ചാർജ് ആയി പോവാണ്. അതാണ് ബൈ റെസിഷൻ. ഓക്കെ, സോ റെസിഷനിൽ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. നമ്മളുടെ കോൺട്രാക്ട് ഡിസ്ചാർജ് ചെയ്യപ്പെടുന്നു, വേറെ കോൺട്രാക്ട് ഒന്നും ഫോം ചെയ്യുന്നില്ല. ഫോർ എക്സാമ്പിൾ നോക്കൂ, സേവിയർ ആൻഡ് വിനോദ്. വിനോദിന് കുറച്ച് ലക്ഷറിയസ് ഗുഡ്സ് സപ്ലൈ ചെയ്യാൻ 6 മാസത്തിനുള്ളിൽ സപ്ലൈ ചെയ്യാൻ തീരുമാനിച്ചു. പക്ഷെ അതിനുള്ളിൽ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ആ ലക്ഷറിയസ് ഗുഡ്സിന്റെ ഔട്ട് ഓഫ് ഫാഷൻ ആയിപ്പോയി. അങ്ങനെ വന്നപ്പോൾ സേവിയർ വിനോദം എന്ത് ചെയ്തു, 2 പേരും മ്യൂച്വലായിട്ട് അഗ്രി ചെയ്ത് നമുക്ക് ഈ കോൺട്രാക്ട് വേണ്ട എന്ന് പറഞ്ഞിട്ട് ക്യാൻസൽ ചെയ്യാം. അപ്പൊ അതോടെ ആ കോൺട്രാക്ട് എന്തായി, അത് ഡിസ്ചാർജ് ആയി പോകുന്നു. അപ്പം ഈ ഒരു റെസിഷനും അതുപോലെ നൊവേഷനോ സബ്സ്റ്റിറ്റ്യൂഷനും തമ്മിലുള്ള വ്യത്യാസം നോക്കുകയാണെങ്കിൽ, നമുക്ക് നൊവേഷനിൽ പുതിയൊരു കോൺട്രാക്ട് ഫോം ചെയ്ത് അത് നമ്മളുടെ പഴയ കോൺട്രാക്ടിനെ റീപ്ലേസ് ചെയ്യുന്നു. പക്ഷെ ഈ റെസിഷനിൽ നമുക്ക് ഉള്ള കോൺട്രാക്ട് ക്യാൻസൽ ആയി പോകുന്നു, വേറെ പുതിയ കോൺട്രാക്ട് ഫോം ചെയ്യുന്നില്ല. ഇതാണ് റെസിഷനും സബ്സ്റ്റിറ്റ്യൂഷൻ ഓർ നൊവേഷൻ തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, ഓക്കെ ഡിയർ സ്റ്റുഡൻസ്, നമ്മളുടെ ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്ട് ത്രൂ അഗ്രിമെന്റിൽ നമ്മൾ കഴിഞ്ഞ സ്ലൈഡിൽ റെസിഷൻ കണ്ടിരുന്നു അല്ലേ. ഇനി നെക്സ്റ്റ് നമുക്ക് വരുന്നത് റെമിഷൻ ആണ്. റെമിഷൻ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു കോൺട്രാക്റ്റിൽ നമ്മൾ എന്താണ് പെർഫോം ചെയ്യാനായിട്ട് തീരുമാനിച്ചിരുന്നത് അതിലും കുറവായിട്ടുള്ള കാര്യം കുറവ് പെർഫോമൻസ് എന്നുള്ള രീതിയിൽ വേറൊരു കാര്യം തീരുമാനിച്ചിട്ട് അതിലൂടെ നമ്മളുടെ നേരത്തെയുള്ള കോൺട്രാക്ട് ഡിസ്ചാർജ് ആയി പോവുക. ഒന്നുകൂടി പറയാം, നമ്മളൊരു കോൺട്രാക്റ്റിൽ എന്താണ് പെർഫോം ചെയ്യാൻ തീരുമാനിച്ചിരുന്നത് അതിലും കുറവായിട്ടുള്ള ഒരു പെർഫോമൻസ് രണ്ടാമത് തീരുമാനിച്ച് അത് അക്സെപ്റ്റ് ചെയ്യുക. സോ ദാറ്റ് ആദ്യത്തെ കോൺട്രാക്റ്റിലുള്ള പെർഫോമൻസ് അത് ഡിസ്ചാർജ് ചെയ്ത് പോവാം. അതാണ് റിമിഷൻ. ഓക്കെ, എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. റമീസ് ആൻഡ് യാസർ. റമീസ് യാസറിൽ നിന്നും 5000 റുപ്പീസ് വാങ്ങിച്ചു. 2 പേരും വളരെ ക്ലോസ് ഫ്രണ്ട്സ് ആണ്. അപ്പൊ യാസറിന് പിന്നെ തോന്നുകയാണ്, അവൻ അത്യാവശ്യം ആയതുകൊണ്ടാണല്ലോ 5000 വാങ്ങിച്ചത്, നമുക്കിനി അവൻ്റെ അടുത്ത് ആ 5000 ഫുള്ളും തിരിച്ചു മേടിക്കണ്ട, കുറച്ച് എമൗണ്ട് മേടിച്ചാൽ മതി. അങ്ങനെ യാസർ എന്ത് ചെയ്തു, റമീസിനോട് പറയണ, എടാ നീ അന്ന് എൻ്റെ അടുത്ത് 5000 വാങ്ങിച്ചാണ്, അതിൽ 1000 രൂപ എൻ്റെ വാങ്ങിയിരിക്കട്ടെ, നീ എനിക്ക് 4000 രൂപ തന്നാൽ മതി എന്ന് പറയാം. ഓക്കെ, അപ്പൊ എന്തായി, റമീസ് 5000 റുപ്പീസ് പെർഫോം ചെയ്യേണ്ടതായിരുന്നു. പക്ഷെ യാസർ അത് പറഞ്ഞിട്ട് മ്യൂച്വലായിട്ട് 2 പേര് അഗ്രി ചെയ്തിട്ട് അതിലും കുറച്ചുള്ള പെർഫോമൻസ് 4000 കൊടുത്താൽ മതി എന്നുള്ള ഒരു തീരുമാനത്തിലായി. അപ്പോൾ ആ 5000 പെർഫോം ചെയ്യണം എന്നുള്ളത് അവിടെ ഡിസ്ചാർജ് ചെയ്തു. ഓക്കെ, അതാണ് എന്ത്, ബൈ റെമിഷൻ, ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്ട്. ഇനി ബൈ വേവർ. വേവർ നമ്മളുടെ ഈ പറയുന്ന ക്യാൻസലേഷൻ പോലെയാണ്, നമ്മളെ റെസിഷൻ പോലെ തന്നെ.
ഓക്കെ, അതിൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരു കോൺട്രാക്റ്റിലുള്ള രണ്ട് പാർട്ടീസും അവരുടെ റൈറ്റ്സ് വേണ്ട എന്ന് വെക്കുന്നത്. രണ്ടുപേരും മ്യൂച്വൽ ആയിട്ടുള്ള കൺസേൺ, രണ്ടുപേരും സ്വമനസാലെ ഒരുമിച്ച് അഗ്രി ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, അവരുടെ മ്യൂച്വൽ ആയിട്ടുള്ള റൈറ്റ്സ് വേണ്ട എന്ന് വെക്കുന്നത്. ഓക്കെ, അതാണ് നമ്മളുടെ ഈ വീവർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ആ വീവറിന്റെ എക്സാമ്പിൾ നോക്കൂ. അനീഷ് ആൻഡ് ബാലു. അതില് അനീഷ് എന്ത് ചെയ്തു, ബാലുവിന് 100 bags ഓഫ് റൈസ് കൊടുക്കാമെന്നും ഇൻ റിട്ടേൺ ബാലു അനീഷിന് 100 bags ഓഫ് വീറ്റ്സ് കൊടുക്കാമെന്നും തീരുമാനിച്ചിരുന്നു. അപ്പം ഇവര് രണ്ടുപേരും പിന്നീട് എന്ത് ചെയ്തു, രണ്ടുപേരും തമ്മിൽ ഒരുമിച്ച് തന്നെ നമുക്കത് വേണ്ട, അത് സപ്ലൈ ചെയ്യേണ്ട എന്നുള്ള രീതിയിൽ അവർ തീരുമാനിക്കുകയാണ്. ഓക്കെ, അപ്പൊ എന്താ, രണ്ടുപേരും റൈറ്റ്സും ഇവിടെ വേണ്ട എന്നുള്ള രീതിയിൽ തീരുമാനിച്ച് അവർ ആ കോൺട്രാക്ട് ഡിസ്ചാർജ് ചെയ്യാണ്. ഇതാണ് എന്ത്, വീവർ. ഓക്കെ, ഇനി മെർജർ എന്ന് പറഞ്ഞ വേറെ സംഭവം. മെർജ് ചെയ്യാന്ന് വെച്ചാൽ കൂട്ടി യോജിക്കുക, അല്ലെ, ലയിച്ചു പോവുക, അതാണ് മെർജർ എന്ന് പറയുന്നത്. അപ്പം ഇവിടെ രണ്ട് പാർട്ടീസ് ഒരു കോൺട്രാക്ട് ഫോം ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു പാർട്ടിക്ക് ഒരു ഇൻഫീരിയർ റൈറ്റ് ഉണ്ട്. ഓക്കെ, ആ ഇൻഫീരിയർ റൈറ്റ് പിന്നീട് ആ രണ്ട് പാർട്ടിയും ഒരു പുതിയ കോൺട്രാക്ട് ഫോം ചെയ്യുമ്പോൾ ആ പുതിയ കോൺട്രാക്റ്റിലൂടെ അതെന്തായി, ആ ഇൻഫീരിയർ റൈറ്റ് മെർജായി പോവാണ്. അതാണ് മെർജർ. മെർജറിന്റെ കണ്ടിന്യൂഷൻ നെക്സ്റ്റ് സ്ലൈഡിൽ കൂടിയിട്ട് അവിടെ ഞാൻ ഒന്നുകൂടി അത് വ്യക്തമായിട്ട് പറഞ്ഞുതരാം. അപ്പൊ മെർജർ എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ, രണ്ട് പാർട്ടീസ് തമ്മിൽ ഒരു കോൺട്രാക്ട് ഫോം ചെയ്തു. അതിൽ ഒരു പാർട്ടിക്ക് ഒരു ഇൻഫീരിയർ റൈറ്റ് ഉണ്ട്. ആ ഇൻഫീരിയർ റൈറ്റ് ഇവര് തമ്മിൽ ഒരു പുതിയ കോൺട്രാക്ട് ഫോം ചെയ്തപ്പോൾ ആ പുതിയ കോൺട്രാക്റ്റിലേക്ക് ആ ഇൻഫീരിയർ റൈറ്റ് മെർജായി അതിലേക്ക് ലയിച്ചു പോവുക ചെയ്യുന്നത്. ഓക്കെ, അത് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത സ്ലൈഡിൽ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഓക്കെ, ഓക്കെ മൈ ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ മെർജറിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്, അല്ലേ? അപ്പം ഈ മെർജറിൽ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു രണ്ട് പാർട്ടീസ് തമ്മിൽ ഒരു കോൺട്രാക്ട് ഫോം ചെയ്തു. ആ കോൺട്രാക്റ്റില് ഒരു പാർട്ടിക്ക് ഒരു ഇൻഫീരിയർ റൈറ്റ് കിട്ടുകയാണ്. ഓക്കെ, എന്നിട്ട് ഇവര് തമ്മിൽ പുതിയൊരു കോൺട്രാക്ട് ഫോം ചെയ്തു. ആ പുതിയ കോൺട്രാക്റ്റില് ഈ ഇൻഫീരിയർ റൈറ്റ് ഉള്ള ആൾക്ക് ഇൻഫീരിയർ റൈറ്റിന് പകരം ഒരു സുപ്പീരിയർ റൈറ്റ് ആണ് കിട്ടുന്നത്. അപ്പോ ആ സാഹചര്യത്തില് ആ ഇൻഫീരിയർ റൈറ്റ് പുതിയ കോൺട്രാക്റ്റിലുള്ള സുപ്പീരിയർ റൈറ്റിലേക്ക് ലയിച്ചു പോകും. ഓക്കെ, അതാണ് മെർജർ. എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് വളരെ കൃത്യമായി മനസ്സിലാവും. മോഹൻ ആൻഡ് രാജേഷ്. മോഹന്റെ ഉടമസ്ഥയിലുള്ള വീട്ടിലാണ് രാജേഷ് വാടകയ്ക്ക് താമസിക്കുന്നത്, വാടകക്കാരനായിട്ട്. അപ്പോൾ ഇവിടെ രാജേഷിന് കിട്ടുന്ന ഒരു ഇൻഫീരിയർ റൈറ്റ് എന്ന് വെച്ചാൽ വാടകക്കാരൻ എന്നുള്ള ഒരു ഇൻഫീരിയർ റൈറ്റ് ആണ്. ഓക്കെ, ഇറ്റ് മീൻസ് ആ വീട് അയാൾക്ക് താമസിക്കാൻ ഉപയോഗിക്കാം. ആ വീട് ആ രീതിയിൽ അയാൾക്ക് അവിടെ അയാൾക്ക് അയാളുടെ ഫാമിലി ആയിട്ട് കഴിയാം. ആ ഒരു ഇൻഫീരിയർ റൈറ്റ് മാത്രമേ ഉള്ളൂ. ഓക്കെ, എന്നിട്ട് കുറെ കാലം കഴിഞ്ഞപ്പോ രാജേഷിന് കുറച്ച് പൈസയൊക്കെ ആയി കഴിഞ്ഞപ്പോ കുറെ കാലമായിട്ട് ഇവിടെ ഈ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുകയാണ്. അപ്പൊ രാജേഷിന് ഭയങ്കര ആഗ്രഹം ഈ വീട് തന്നെ സ്വന്തമാക്കണം. അങ്ങനെ ആ ഒരു ആഗ്രഹം മോഹനോട് പറഞ്ഞു. മോഹൻ സമ്മതിച്ചു. അങ്ങനെ രാജേഷ് മോഹന്റെ കയ്യിൽ നിന്ന് ആ വാടകയ്ക്ക് താമസ വീട് തന്നെ സ്വന്തമായിട്ട് വാങ്ങിക്കാം. അപ്പൊ പുതിയ കോൺട്രാക്ട് ഫോം ചെയ്തു. അപ്പൊ ആ പുതിയ കോൺട്രാക്റ്റില് രാജേഷ് നേരത്തെ വാടകക്കാരൻ എന്നുള്ള ഒരു ഇൻഫീരിയർ റൈറ്റ് ഇപ്പൊ എന്തായി, ആ വീടിന്റെ ഓണർ എന്നുള്ള സുപ്പീരിയർ റൈറ്റിലേക്ക് മാറി. അപ്പം ആ ഓണർ എന്നുള്ള സുപ്പീരിയർ റൈറ്റിലേക്ക് ഈ പറയുന്ന ഇൻഫീരിയർ റൈറ്റ് ആയിട്ടുള്ള വാടകക്കാരൻ എന്നുള്ള റൈറ്റ് ഇത് മെർജായി പോയി. അപ്പൊ മോഹനും രാജേഷും തമ്മിലുണ്ടായിരുന്ന ആ വാടക കരാറ്, അതാണ് അവരുടെ നേരത്തെ കോൺട്രാക്ട്. ആ കോൺട്രാക്ട് എന്തായി പോകുന്നു, അത് ഡിസ്ചാർജ് ആയി പോകുന്നു. അതാണ് മെർജർ. ഓക്കെ, സോ ഇത്രയാണ് നമുക്ക് എഗ്രിമെന്റ്, ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്ട് ബൈ എഗ്രിമെന്റിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത്. അല്ലെ, എന്തൊക്കെ പഠിച്ചു? നമ്മൾ നൊവേഷൻ പഠിച്ചു, അതുപോലെ തന്നെ ഓൾട്ടറേഷൻ പഠിച്ചു, റെസിഷൻ, റെമിഷൻ, വീവർ, മെർജർ. ഇത്രയും നമ്മൾ കണ്ടിരുന്നു, അല്ലെ? ഇനി നമുക്ക് ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്ട് ബൈ ലാപ്സ് ഓഫ് ടൈം എങ്ങനെയാണ്? അതായത് ഒരു കോൺട്രാക്റ്റിൽ ഉള്ള പെർഫോമൻസ് അതിന്റെ ഒരു പർട്ടിക്കുലർ ടൈമിൽ, സ്പെസിഫിക് ആയിട്ടുള്ള ടൈമിൽ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ അതിനുശേഷം ആ കോൺട്രാക്ട് ഡിസ്ചാർജ് ആയി പോകും.
അതായത് ഇപ്പം പാർട്ടീസ് തമ്മിൽ ഒരു പെർട്ടിക്കുലർ ടൈം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ, അല്ലാത്ത രീതിയിൽ ടൈം ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ നിയമം ഒരു സമയം പറയുന്നുണ്ട്. ആ ടൈമിനെയാണ് നമ്മൾ പീരീഡ് ഓഫ് ലിമിറ്റേഷൻ എന്ന് പറയുന്നത്. ആ പീരീഡ് ഓഫ് ലിമിറ്റേഷനുള്ളിൽ ആ പെർഫോമൻസ് പെർഫോം ചെയ്തില്ലെങ്കിൽ ആ കോൺട്രാക്ട് ഡിസ്ചാർജ് ആകും. ഓക്കെ, അതിന് എക്സാമ്പിൾ ഉണ്ട്. മധു ആൻഡ് സത്യൻ. മധു എന്ത് ചെയ്തു? സത്യന്റെ അടുത്ത് നിന്ന് 50,000 റുപ്പീസ് കടമായിട്ട് വാങ്ങിച്ചിട്ടുണ്ട്. ഓക്കെ, ആ കടം വാങ്ങിച്ചതിന് ഒരു തെളിവായിട്ട് ഒരു പ്രോമിസറി നോട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം കുറെ അങ്ങനെ കൊടുത്ത ശേഷം കുറെ കാലമായിട്ട് മധു സത്യന് ആ 50,000 കൊടുത്തില്ല. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ പിന്നെ സത്യന് തോന്നുകയാണ് ഇയാളുടെ കയ്യിൽ നിന്ന് ഈ പൈസ ഈടാക്കാൻ നമുക്ക് കോർട്ടിനെ സമീപിക്കാം. അങ്ങനെ മധു എഴുതി തന്ന ആ ഒരു പ്രോമിസറി നോട്ടായിട്ട് സത്യൻ കോർട്ടിനെ സമീപിക്കുകയാണ്. പക്ഷെ അങ്ങനെ സത്യൻ കാണിക്കുന്ന ആ പെർഫോമൻസ്, ആ പ്രോമിസറി നോട്ട് വെച്ച് കോർട്ടിലേക്ക് പോകുന്ന ആ പെർഫോമൻസ്, അത് നമ്മളുടെ പീരീഡ് ഓഫ് ലിമിറ്റേഷൻ, നിയമം പറയുന്നത് ഒരു കോൺട്രാക്റ്റിൽ ഒരു ടൈം സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടില്ലെങ്കിൽ നിയമപരമായിട്ട് അതിന്റെ പീരീഡ് ഓഫ് ലിമിറ്റേഷൻ 3 years എന്ന് പറയുന്നു. അപ്പൊ സത്യൻ ഈ പ്രോമിസറി നോട്ട് കൊണ്ട് കോർട്ടിനെ സമീപിക്കുന്നത് ആ 3 yearനുള്ളിലുള്ള ഏതെങ്കിലും ഒരു സമയത്തായിരിക്കണം. അല്ലാതെ മധു പൈസ വാങ്ങിച്ചതിന് 3 വർഷം കഴിഞ്ഞിട്ടാണ് സത്യൻ ഈ പറയുന്ന പ്രോമിസറി നോട്ടായിട്ട് കോർട്ടിലേക്ക് പോവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും കോർട്ടിനൊന്നും ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ആഫ്റ്റർ 3 years ആ പീരീഡ് ഓഫ് ലിമിറ്റേഷൻ കഴിഞ്ഞാൽ ആ കോൺട്രാക്ട്, ദാറ്റ് മീൻസ് ആ പ്രോമിസറി നോട്ട് ലാപ്സ് ആയി പോകും. ഓക്കെ, സോ അതാണ് ഡിസ്ചാർജ് ബൈ ലാപ്സ് ഓഫ് ടൈം എന്ന് പറയുന്നത്. ഓക്കെ, ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മളുടെ ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്ട് ബൈ ഓപ്പറേഷൻ ഓഫ് ലോ. അത് 2 ആസ്പെക്റ്റിലാണ് വരുന്നത്. ബൈ ദ ഡെത്ത് ഓഫ് എ പേഴ്സൺ ആൻഡ് ബൈ ഇൻസോൾവൻസി. ഡെത്ത് ഓഫ് ദ പേഴ്സൺ എങ്ങനെയാ പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തി ആകസ്മികമായി മരിച്ചു കഴിഞ്ഞാൽ അയാൾ എന്താണ് പെർഫോം ചെയ്യേണ്ടതായിരുന്നത്, ആ പെർഫോമൻസിന് അയാളുടെ പേഴ്സണൽ സ്കിൽസ് അനിവാര്യമായിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ടും നിയമം പറയും അയാളുമായിട്ടുള്ള കോൺട്രാക്ട് ഡിസ്ചാർജ് ചെയ്യപ്പെടുന്നു. ഇനി അയാളുമായിട്ടുള്ള ആ കോൺട്രാക്റ്റിൽ അയാൾ പെർഫോം ചെയ്യേണ്ടിയിരുന്നതിന് പേഴ്സണൽ ആയിട്ടുള്ള സ്കിൽ ആവശ്യമല്ലാത്തതാണെങ്കിൽ അയാൾ എന്താണ് പെർഫോം ചെയ്യേണ്ടത്, അത് അയാളുടെ ലീഗൽ റെപ്രസെന്റേറ്റീവ് പെർഫോം ചെയ്യാനുള്ള റൈറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് അയാളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അപ്പൊ മരിച്ച അയാളായിട്ടുള്ള കോൺട്രാക്ട് ഡിസ്ചാർജ് ചെയ്യപ്പെടും. ഇതാണ് ബൈ ഡെത്ത്. അതിനൊരു എക്സാമ്പിൾ പറയണ്ടേ. ഇപ്പൊ സുനിൽ ആൻഡ് വിനീത്. സുനിൽ വിനീതിന് ഒരു പിക്ചർ വരച്ചു കൊടുക്കാന്ന് പറഞ്ഞു. പക്ഷെ പെട്ടെന്ന് സുനിൽ മരിച്ചുപോയി. ഇവിടെ സുനിലിന്റെ വ്യക്തിപരമായിട്ടുള്ള കഴിവാണ് ആ പിക്ചർ വരയ്ക്കാനായിട്ട് വേണ്ടത്. അപ്പൊ നിയമപരമായിട്ട് സുനിലും വിനീതുമായിട്ടുള്ള കോൺട്രാക്ട് ഡിസ്ചാർജ് ചെയ്യപ്പെടും. കാരണം സുനിലിന്റെ ആ ഒരു പെർഫോമൻസ് അയാളുടെ ലീഗൽ റെപ്രസെന്റേറ്റീവിനെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അതാണ്. ഇനി ബൈ ഇൻസോൾവൻസി. ഒരാള് നിയമപരമായിട്ട് പാപ്പരായി എന്ന് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ അയാളുടെ എല്ലാ റൈറ്റ്സ് ആൻഡ് ലയബിലിറ്റീസും അയാളുടെ ഒഫീഷ്യൽ റിസീവർ, അത് ചിലപ്പോൾ കോർട്ട് ബാങ്ക് ഒക്കെ ആയിരിക്കും, അവരാണ് ഒഫീഷ്യൽ റിസീവേഴ്സ്, അവരിലേക്കായിരിക്കും പോവുക. പിന്നീട് ഈ ഇൻസോൾവെന്റ് ആയിട്ടുള്ള വ്യക്തിയുടെ ആയിട്ട് ഉണ്ടായിരുന്ന എല്ലാ കോൺട്രാക്റ്റും ഡിസ്ചാർജ് ചെയ്യപ്പെടും. ഓക്കെ, ഇപ്പം ഒരാൾ ബാങ്കിൽ നിന്ന് വലിയ ലോണൊക്കെ എടുത്ത് അടയ്ക്കാനൊന്നും പറ്റാതെ അങ്ങനെ വലിയ കുടിശ്ശികളൊക്കെ ആയി കഴിഞ്ഞപ്പോൾ അയാൾ കോർട്ട് ബാങ്ക്രപ്റ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്തു. അപ്പൊ ബാങ്ക് അയാളുടെ വസ്തുവകകൾ കണ്ടെടുത്തു, അയാളുടെ വീടും എല്ലാം. എന്നിട്ട് ഈ അയാളുടെ ബാധ്യതയ്ക്ക് ഈടായിട്ട് ആ വീടും വസ്തുക്കളൊക്കെ ജപ്തി ചെയ്തു. ഓക്കെ, പിന്നീട് അയാൾക്ക് ഉണ്ടായിരുന്ന റൈറ്റ് ആൻഡ് ലയബിലിറ്റീസ് ഒക്കെ ആ ബാങ്കിനായിരിക്കും ഫോം ചെയ്യുക. അതാണ് ഇൻസോൾവൻസി. ഓക്കെ, ഓക്കെ ഡിയർ സ്റ്റുഡൻസ്, ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്ട് ഡ്യൂ ടു ഇമ്പോസിബിലിറ്റി ഓഫ് പെർഫോമൻസ്. നമുക്കറിയാം നമ്മുടെ ഒരു കോൺട്രാക്റ്റിൽ പ്രോമിസർ ഉണ്ട്, പ്രോമിസി ഉണ്ട്. പ്രോമിസർ ഒരു പ്രോമിസ് കൊടുത്തിട്ടുണ്ട്, ആ പ്രോമിസാണ് പെർഫോം ചെയ്യേണ്ടത്. ആ പെർഫോമൻസ് ഇമ്പോസിബിൾ ആയതുകൊണ്ട് ആ കോൺട്രാക്ട് തന്നെ ഡിസ്ചാർജ് ചെയ്ത് പോകുന്ന അവസ്ഥ, അതിനെക്കുറിച്ചാണ് നമ്മൾ ഇപ്പം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്.
അത് രണ്ട് രീതിയിലാണ് ആ ഇമ്പോസിബിലിറ്റി ഓഫ് പെർഫോമൻസ് ഉണ്ടാവുക. ഒന്ന് കോൺട്രാക്ട് ഫോം ചെയ്യുന്ന സമയത്ത് തന്നെ ആ പെർഫോമൻസ് ഇമ്പോസിബിൾ ആവുക, അല്ലെങ്കിൽ കോൺട്രാക്ട് ഫോം ചെയ്തതിന് ശേഷം സബ്സിക്വൻ്റ് ആയിട്ട് ആ പെർഫോമൻസ് ഇമ്പോസിബിൾ ആവുക. അല്ല, ആദ്യത്തെ കണ്ടീഷനാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ദാറ്റ് ഈസ് ഇമ്പോസിബിലിറ്റി ഓഫ് പെർഫോമൻസ് അറ്റ് ദ ടൈം ഓഫ് ഫോർമേഷൻ ഓഫ് കോൺട്രാക്ട്. കോൺട്രാക്ട് ഫോം ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പെർഫോമൻസ് ഇമ്പോസിബിലിറ്റി ഉണ്ടാവുക. അത് രണ്ട് രീതിയിലാണ്. ഒന്നില്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ കോൺട്രാക്റ്റിലെ പാർട്ടീസ് തമ്മിൽ ആ ഇമ്പോസിബിലിറ്റി ഓഫ് പെർഫോമൻസിനെ കുറിച്ച് അവെയർ ആയിരിക്കും, ചിലപ്പോൾ അവെയർ ആവാത്ത വേറൊരു ഇൻസ്റ്റൻസ് ഉണ്ടാവും. ഇതെങ്ങനെയാണെന്നെല്ലാം നോക്കാം. ആദ്യത്തിൽ രണ്ട് കോൺട്രാക്റ്റിംഗ് പാർട്ടീസ് തമ്മിൽ കോൺട്രാക്ട് ഫോം ചെയ്യുന്ന സമയത്ത് തന്നെ ആ കോൺട്രാക്റ്റിലുള്ള പെർഫോമൻസ് ഇമ്പോസിബിൾ ആണെന്നുള്ളതിനെ കുറിച്ചുള്ള അവയർനെസ് ഉണ്ടാവുകയാണ്. സത്യത്തിൽ അങ്ങനെയുള്ള കോൺട്രാക്ട് വോയിഡ് ആണ്, അങ്ങനത്തെ കോൺട്രാക്ട് ഫോം ചെയ്യാനേ പാടില്ല. ഇനി അഥവാ ഫോം ചെയ്താൽ അത് എന്തായി, അത് ഡിസ്ചാർജ് ആയി പോവും. രണ്ടാമത്തെ കേസിൽ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ രണ്ട് പാർട്ടീസ് കോൺട്രാക്ട് ഫോം ചെയ്യാണ്, പക്ഷെ കോൺട്രാക്ട് ഫോം ചെയ്യുന്ന സമയത്ത് അതിന്റെ പെർഫോമൻസിന്റെ ഇമ്പോസിബിലിറ്റിയെ കുറിച്ച് അവർ അവെയർ അല്ല. ഓക്കെ, അങ്ങനെ കോൺട്രാക്ട് ഫോം ചെയ്തു, പക്ഷെ പിന്നീട് കോൺട്രാക്ട് ഫോം ചെയ്തതിന് ശേഷമാണ് അവർ അറിയുന്നത് അതിന്റെ പെർഫോമൻസ് ഇമ്പോസിബിൾ ആണ്. അപ്പൊ അങ്ങനെ ആ കോൺട്രാക്ട് ഡിസ്ചാർജ് ആയി പോവാം. ഓക്കെ, അപ്പൊ ആദ്യത്തെ കേസിൽ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാല് ശ്യാം ആൻഡ് അമീർ ഇവർ തമ്മിലുള്ള ഒരു കോൺട്രാക്ട് ആണ്. ശ്യാം എന്ത് ചെയ്തു, അമീറിന് 10,000 rupees കൊടുത്തു. അമീർ അതിന് പകരമായിട്ട് ശ്യാമിന് ഒരു മോഹന വാഗ്ദാനാണ് പറഞ്ഞത്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് സ്വർഗത്തിൽ നിന്നും ചന്ദ്രൻ 3 പിടിച്ച് ശ്യാമിന് കൊടുക്കാമെന്ന്. പക്ഷെ ശ്യാമിനും അമീറിനും ഒരുപോലെ അറിയാവുന്ന ഒരു കാര്യമാണ് ഈ പറഞ്ഞ കാര്യം അസാധ്യമാണ് എന്നുള്ളത്. അപ്പോൾ ഇതിനെ ബേസ് ചെയ്ത് ഫോം ചെയ്യുന്ന കോൺട്രാക്ട് വോയിഡ് ആണ്. ഇത് ഫോം ചെയ്താൽ അത് അപ്പം തന്നെ ഡിസ്ചാർജ് ആയിപ്പോ. രണ്ടാമത്തെ കേസിലെ എക്സാമ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹരി ആൻഡ് യദു. ഹരിക്ക് സ്വന്തമായിട്ടൊരു കാറുണ്ട്, യദുവിന് ആ കാറ് ഹരി വിൽക്കാൻ തീരുമാനിച്ചു. യദു അത് സമ്മതിച്ചു, അവർ തമ്മിൽ കോൺട്രാക്ട് ഫോം ചെയ്യുന്നു. പക്ഷെ ഇവർ കോൺട്രാക്ട് ഫോം ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഹരിയുടെ കാറ് ഒരു ഫയർ ആക്സിഡന്റിൽ കത്തിപ്പോയി. പക്ഷെ ഈ വിവരം ഹരിയോ യദുവോ അറിയുന്നില്ല. അവർ കോൺട്രാക്ട് ഫോം ചെയ്ത ശേഷം ആണ് ഈ കാര്യത്തെക്കുറിച്ച് അറിയുന്നത്. അങ്ങനെ വരുമ്പോൾ ആ കോൺട്രാക്ട് ഡിസ്ചാർജ് ചെയ്യും. സോ ഇതാണ് നമുക്ക് ഇന്നത്തെ സെഷനിൽ പഠിക്കാനുള്ളത്. ഇനി ബാക്കി നമുക്ക് അടുത്ത സെഷനിൽ കാണാം. സോ ടിൽ ദെൻ ഇറ്റ്സ് ബൈ ആൻഡ് ഓൾ ഓഫ് യു ടേക്ക് കെയർ. ഓക്കെ.